ആണവ പദ്ധതി സംബന്ധിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി അടുത്തയാഴ്ച ഇറാൻ ചർച്ച നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേയി. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വൻ ശക്തികൾ ഇറാനെതിരെ തിരിച്ചടിക്കും. ഇസ്രായേൽ ഇറാൻ സംഘർഷം വെടിനിർത്തലിൽ അവസാനിച്ചെങ്കിലും അതൊരു അവസാനമായി കണക്ക് കൂട്ടുന്നില്ലെന്ന് ഇറാന്റെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് വൻ ശക്തികൾ ഇറാന്റെ നയങ്ങൾക്ക് തിരിച്ചടിയായി ആണവ ചർച്ച നടത്താനുള്ള നിലപാടുമായി മുന്നിട്ടിറങ്ങിയത്. തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ചർച്ച. യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കായ കാലസ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. കരാർ പുനഃസ്ഥാപിക്കാൻ ചർച്ച നടത്തുന്നില്ലെങ്കിൽ അടുത്ത മാസാവസാനത്തോടെ ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും വൻ ശക്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2015 ഇറാനും വൻ ശക്തികളുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് US 2018 ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. അതേസമയം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ പേരിൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ അടിമയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണ്. ബുധനാഴ്ച സ്റ്റേറ്റ് ടെലിവിഷനിൽ സംസാരിച്ച ഖമേനി പറഞ്ഞത് ഇങ്ങനെയാണ്. ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഖമേനി ഇതൊരു തുടക്കം മാത്രമാണെന്നും അമേരിക്കയ്ക്കും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത പരിഗണിക്കുന്നതിനൊപ്പം പുതിയ ആണവ ചർച്ചകൾക്കായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിൽ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നടന്ന വിനാശകരമായ ആക്രമണം ഉൾപ്പെടെ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ 2 വർഷം വരെ വൈകിയേക്കാവുമെന്ന് US ഇന്റലിജൻസ് വിലയിരുത്തി. എന്നാൽ അവരുടെ മിസൈൽ, ഡ്രോണുകൾ പോലുള്ളവയുടെ ശേഷികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസിയിലെ സീനിയർ ഫെലോയും ലോങ് വാർ ജേണലിന്റെ എഡിറ്ററുമായ ബിൽ റോജിയോയുടെ അഭിപ്രായത്തിൽ ഇറാന്റെ കൈവശം ഇപ്പോഴും ഏകദേശം 1500 ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളും അതിന്റെ വിക്ഷേപണ സംവിധാനങ്ങളുടെ ഏകദേശം 50% തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്ന സ്വരം സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ചർച്ചകൾക്ക് താൻ തുറന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് സംസാരിക്കാൻ തിടുക്കമില്ല എന്നും കൂട്ടിച്ചേർത്തു. വേനൽക്കാലം അവസാനത്തോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ പുരോഗതി കൈവരിക്കുന്നില്ലെങ്കിൽ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ സജീവമാക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ആണവ കരാറിന് കീഴിലുള്ള ഒരു വ്യവസ്ഥ ഇറാൻ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ അനുവദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സുസ്ഥിരവും പരിശോധിക്കാവുന്നതുമായ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.